മലയാളിയെ മനുഷ്യനാക്കി മാറ്റുവാൻ 1.5 നൂറ്റാണ്ട് മുമ്പ് പതിറ്റാണ്ടുകൾ പണിയെടുത്ത ചാവറേച്ചൻ എന്ന വിശുദ്ധനായ വിപ്ലവകാരിയുടെ ജന്മദിനം ഫെബ്രുവരി 10. കലണ്ടറിൽ കറുപ്പ് ആണെങ്കിലും മലയാളിയുടെ ജീവിത സ്വപ്നങ്ങൾക്ക് നിറം പകരുവാൻ ആ മഹനീയ ജീവിതത്തിന് സാധിച്ചിട്ടുണ്ട്. കൊതുമ്പ് വള്ളത്തിലും വില്ലുവണ്ടിയിലും പിന്നെ കാൽനടയായും മാത്രം സഞ്ചരിച്ചിട്ടുള്ള ഒരു ചെറു വിമാനം പോലും നേരിട്ട് കണ്ടിട്ടില്ലാത്ത, പിറന്നു വീണ ദേശത്തിന് അപ്പുറത്തേക്ക് അധികമൊന്നും യാത്ര ചെയ്തിട്ടില്ലാത്ത ചാവറേച്ചൻ എന്ന ഇതിഹാസ പുരുഷന്റെ ചരിത്ര സംഭാവനകൾ ജർമ്മൻ ഭാഷയിൽ ജർമ്മനിയുടെ മണ്ണിൽ ജർമ്മൻകാർക്കായി ആദ്യമായി ഒരു ഗവേഷണ പ്രബന്ധം തയ്യാറാക്കി അവതരിപ്പിച്ച് ഡോക്ടറേറ്റ് കരസ്ഥമാക്കി ചരിത്രത്തിൽ ഇടം നേടിയ ഒരു മലയാളി വൈദികന്റെ കഥ പറയുകയാണ് ചാവറ ജയന്തിയോടനുബന്ധിച്ച് പോസിറ്റീവ് സ്റ്റോക്കിന്റെ ഈ എപ്പിസോഡിൽ. ഈ വൈദികൻ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്നത് കേവലം ഒരു ഗവേഷണ പ്രബന്ധം അല്ല. ചാവറേച്ചൻ എന്ന കർമ്മയോഗിയുടെ ദർശനങ്ങൾ ദേശത്തിന്റെ, ഭാഷയുടെ, നിറത്തിന്റെ, വർണ്ണത്തിന്റെ അതിർത്തിയും കടന്ന് കാലിക പ്രസക്തമായി നിലകൊള്ളുന്നു എന്നതിന്റെ കൂടി നേർസാക്ഷ്യമാണ് ഈ ഡോക്ടറൽ ഡിസീസ്. വിശുദ്ധ ചാവറ പിതാവിനെ പറ്റി ആദ്യമായി ജർമ്മൻ ഭാഷയിൽ ഗവേഷണം നടത്തി ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയ ഫാദർ ടിജോ താന്നിക്കൽ CMI ഈ ചരിത്ര നേട്ടത്തിന് ശേഷം ആദ്യമായി അവധിക്ക് വന്നപ്പോൾ തന്റെ ആദ്യ യാത്ര ചാവറേച്ചൻ അന്ത്യവിശ്രമം കൊള്ളുന്ന മാന്നാനം കുന്നിലേക്കായിരുന്നു. വൈദിക പട്ടമേറ്റ് 1/4 നൂറ്റാണ്ട് അടുക്കുമ്പോഴും ഒരു നവവൈദികന്റെ പ്രസരിപ്പോടെ ടിജോച്ചൻ മാന്നാനം കുന്നിലിരുന്ന് ഒരു PhD കാരന്റെ തലക്കനമൊന്നുമില്ലാതെ തന്റെ ഡോക്ടറേറ്റ് കഥകൾ പറഞ്ഞു തുടങ്ങി. 2 പതിറ്റാണ്ട് ദീർഘിച്ച ജർമ്മനിയിലെ അജപാലന അനുഭവം എന്നെ പഠിപ്പിച്ച ഒരു സത്യമുണ്ട്. കുടുംബത്തിൻ്റെ ആ ഒരു വാല്യൂസൊക്കെ ഒത്തിരി നഷ്ടപ്പെടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുട്ടികളെ വളർത്തുന്ന രീതിയിൽ യുവജനങ്ങളുടെ ഇപ്പോഴത്തെ ആ ഒരു വളർച്ചയുടെ കാലഘട്ടത്തിൽ വിശ്വാസത്തിന് എത്രമാത്രം പ്രാധാന്യമുണ്ടെന്നൊക്കെ നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. വിശ്വാസം കൈമോശം വന്നുകൊണ്ടിരിക്കുന്ന ഈ തലമുറയെ എങ്ങനെ വിശ്വാസത്തിൻ്റെ പാതയിലേക്ക് നയിക്കാമെന്നുള്ള എൻ്റെ അന്വേഷണം എന്നെ കൊണ്ടുവന്ന് എത്തിച്ചത് വിശുദ്ധ ചാവറേച്ചനില്ല. അത് ഒരു തപസ്സിന്റെ തുടക്കമായിരുന്നു. ഒരു ചരിത്ര നേട്ടത്തിന്റെ ആദ്യ പടിയിലേക്ക് കാലെടുത്ത് വയ്ക്കുകയായിരുന്നു ടിജോച്ചൻ. വിശ്വാസം കൈമോശം വന്നുകൊണ്ടിരിക്കുന്ന ഒരു വൈദേശിക സഭയ്ക്ക് ഉണർത്തുപാട്ടായി ചാവരുൾ അവതരിപ്പിക്കുവാൻ അച്ഛൻ തീരുമാനിക്കുന്നു. ദൈവപിതാവ് മാതാപിതാക്കൾക്ക് നൽകിയ നിധിയാണ് മക്കളെന്നാണ് ചാവറേച്ചൻ ചാവരുളിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. 150 വർഷങ്ങൾക്ക് മുമ്പ് ചാവറേച്ചൻ ചാവരുളിലൂടെ കുടുംബങ്ങൾക്ക് കൊടുത്തിട്ടുള്ള 40 നിർദ്ദേശങ്ങൾ ഇവിടെയും ജർമ്മനിയിൽ പ്രസക്തമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. 1.5 നൂറ്റാണ്ട് മുമ്പ് ചാവറേച്ചൻ ചാവരിലൂടെ പറഞ്ഞിരിക്കുന്ന ഈ നിർദ്ദേശങ്ങൾ ഈ കാലഘട്ടത്തിൽ എത്രമാത്രം പ്രസക്തമാണ് എന്ന് പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അപ്പസ്തോലിക പ്രബോധനമായിട്ടുള്ള അമോറിസ് ലറ്റീസിയയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ 2014 പുറപ്പെടുവിച്ച കുടുംബത്തിന്റെ സുവിശേഷം എന്ന ചാക്രിക ലേഖനം 1.5 നൂറ്റാണ്ട് മുമ്പ് എഴുതപ്പെട്ട ചാവറേച്ചന്റെ ചാവരുളുമായി സമന്വയിപ്പിച്ച് ടിജോച്ചൻ നടത്തിയ പഠനം വെളിവാക്കുന്നത് ചാവരുളിന് മരണമില്ല എന്ന സത്യമാണ്. ചാവറേച്ചൻ സ്ഥാപിച്ച ആദ്യ പള്ളിക്കൂടത്തിന്റെ വരാന്തയിൽ ഇരുന്ന് ടിജോച്ചൻ തന്റെ പഠനവിശേഷങ്ങൾ തുടർന്നു. ജർമ്മനിയിലെ കൊബ്ലൻസിന് അടുത്തുള്ള വലന്റാറിലെ വിൻസെന്റ് പള്ളോട്ടിൻ യൂണിവേഴ്സിറ്റിയിലാണ് ഞാൻ എൻ്റെ പഠനം പൂർത്തിയാക്കിയത്. 1945 സ്ഥാപിതമായ ജർമ്മനിയിലെ ഗ്ലോബൻസ് പട്ടണത്തിനടുത്തുള്ള വലണ്ടർ വിൻസെന്റ് പള്ളോട്ടിൻ യൂണിവേഴ്സിറ്റി സംസ്ഥാന സർവകലാശാലയ്ക്ക് തുല്യമായ പദവി വഹിക്കുന്ന ഒരു മികവുറ്റ ദൈവശാസ്ത്ര പഠന കേന്ദ്രമാണ്. പള്ളോട്ടിൻ സഭാംഗമായ പ്രൊഫസർ റവറൻ ഡോക്ടർ ജോർജ് അഗസ്റ്റിൻ ആയിരുന്നു എന്റെ ഗൈഡ്. ഒരു മലയാളി വൈദികനെ ഗവേഷണത്തിന് ഗൈഡായി ലഭിച്ചത് വലിയ അനുഗ്രഹമായി അച്ഛൻ സാക്ഷ്യപ്പെടുത്തുന്നു. തികച്ചും വൈദേശികമായ ഒരു ഭാഷയിൽ ഒരു ഡോക്ടറേറ്റ് സമ്പാദിക്കുക എന്നത് ഒരു വലിയ വെല്ലുവിളിയായിരുന്നു, പ്രത്യേകിച്ച് ഭാഷാ പ്രയോഗത്തിൽ. ജർമ്മൻ ഭാഷാ വിദഗ്ധയായ മിസസ് റീത്ത വൈക്കാറ്റ് ഈ പ്രബന്ധം തയ്യാറാക്കുന്നതിൽ എന്നെ ഭാഷാപരമായി ഏറെ സഹായിച്ചു. തൊടുപുഴയ്ക്കടുത്തുള്ള കലയന്താനി ഗ്രാമത്തിൽ താന്നിക്കൽ വർഗീസ് മേരി ദമ്പതികളുടെ 7 മക്കളിൽ 7ാമനായിട്ടാണ് ജനനം. സഹോദരിമാരിൽ 3 പേർ സന്യാസ വഴികളിൽ. ഒരു സഹോദരി ടിജോച്ചന്റെ ബാല്യം ഓർത്തെടുക്കുകയാണ്. നിങ്ങളിൽ ഒരാള് സെമിനാരിൽ പോണം എന്ന് പറഞ്ഞിട്ട് എങ്ങനെ പറയാറുണ്ട്. അന്നേരം പറഞ്ഞു കഴിയുമ്പോ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക, ആരാ പോകണ്ടെന്നുള്ള പറ്റില്ല. എന്നാണെങ്കിലും കുറി വീണത് ടിജോയ്ക്കായിരുന്നു. ആ കുറി CMI സഭയ്ക്ക് അഭിമാനമായി. തന്റെ സഭാപിതാവിന്റെ ദർശനങ്ങൾ അന്യദേശത്ത് അവതരിപ്പിക്കുവാൻ ദൈവം അച്ഛനെ ഉപകരണമാക്കി. കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാവേണ്ട ഇഴയടുപ്പം രക്തത്തിൽ പണ്ടേ ഉണ്ടായിരുന്നുവെന്ന് ഒരു രക്തസാക്ഷിത്വ സന്നദ്ധത വഴി അച്ഛൻ ചെറുപ്പത്തിലെ വെളിപ്പെടുത്തി. 12 വയസ്സുള്ളപ്പോഴും പിന്നെ ടോമോന് 15 വയസ്സുള്ളപ്പം ടോമോന് വലിയൊരു ആക്സിഡന്റ് ഉണ്ടായി മരിച്ചു പോകുമെന്നാണ് ഡോക്ടർമാരെല്ലാം പറഞ്ഞത്. പക്ഷേ ഡോക്ടർ പറഞ്ഞു 14 കുപ്പി
രക്തം കയറ്റണമെന്ന്. ടിജോ പറഞ്ഞു എന്റെ ശരീരത്തിൽ നിന്ന് 14 കുപ്പി രക്തം കയറ്റിക്കോ, ഞാൻ ജീവിച്ചില്ലെങ്കിലും വേണ്ടില്ല, എന്റെ ചേട്ടൻ ജീവിച്ചാ മതി എന്നും പറഞ്ഞുകൊണ്ട് ഡോക്ടർമാരോട് പറയുകയും അവിടെയുള്ള ആൾക്കാരെല്ലാം അതിശയപ്പെട്ടു പോയി. ഇനി അപ്പൊ പറഞ്ഞു കൊച്ചാണ്, കൊച്ചിന്റെ രക്തം കയറ്റാൻ പറ്റില്ല. അത് സാരമില്ല, എന്റെ രക്തം കയറ്റിക്കോ എന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞു. അങ്ങനെ പുറത്തുനിന്ന് രക്തം കൊണ്ടുവന്ന് എടുത്തില്ല. എന്റെ രക്തം എടുക്ക, ഞാൻ മരിച്ചുപോയാലും വേണ്ടില്ല, കുഞ്ഞേട്ടൻ ജീവിച്ചാ മതി, എന്റെ രക്തം കൊടുക്കുമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ പറഞ്ഞു. ഞാൻ മരിച്ചാലും കുഞ്ഞേട്ടൻ ജീവിച്ചാൽ മതി. 100 ഗവേഷണ പ്രബന്ധങ്ങളെക്കാൾ മൂല്യമുള്ള ജീവിത സാക്ഷ്യം. ഈ ചരിത്ര നേട്ടത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ അച്ഛൻ ആദരവോടെ ഓർത്തെടുക്കുകയാണ്. ഒപ്പം തന്റെ ഗവേഷണ പ്രക്രിയയിലെ അന്വേഷണ വഴികളും. എന്റെ പഠന വഴികളിൽ എന്നെ സഹായിച്ച വളരെ പേരുണ്ട്. പ്രത്യേകിച്ചും CMI സഭയുടെ മുൻ ജനറൽ അച്ഛൻ ബഹുമാനപ്പെട്ട പോൾ അച്ചാണ്ടിയച്ഛൻ, അതുപോലെ തന്നെ എന്റെ ഈ വിഷയത്തിൽ വളരെയധികം നിർദ്ദേശങ്ങൾ നൽകിയ ബഹുമാനപ്പെട്ട ഷാജി കൊച്ചുതറയച്ചൻ, അതുപോലെ തന്നെ ബെന്നി നൽക്കരയച്ചൻ, ജിയോ പള്ളിക്കുന്നേലച്ചൻ, ഇവരെ എല്ലാവരെയും ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. ചാവറയച്ചൻ അന്ത്യവിശ്രമം കൊള്ളുന്ന കബറിടത്തിൽ ടിജോ അച്ഛൻ തന്റെ പ്രബന്ധം സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ചാവറയച്ചൻ ഏറെ സന്തോഷിക്കുന്നുണ്ടാവും. സഭാപിതാവിന് സമർപ്പിക്കുവാൻ ഇതിനേക്കാൾ ശ്രേഷ്ഠമായ മറ്റ് എന്ത് സുഹൃതമാണ് ഒരു പുത്രന് സമ്മാനിക്കാനാവുക? നന്ദി.